സത്യം സത്യമായി അരുളിയ തിരുവചനം, നിത്യസത്യമായി അരുളിയ ദിവ്യവചനം, ശാന്തിയായി ദീപമായി നമ്മിൽ വിടുതലായി രക്ഷയായി നവജീവനായിതാ സത്യവചനം. സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ. നീലവാനിൽ ജീവനാഥൻ മേഘത്തേരിൽ വരും വീരവിൽ, നീലവാനിൽ ജീവനാഥൻ മേഘത്തേരിൽ വരും വീരവിൽ, നീലവാനിൽ വിണ്ണിൽ നിത്യ വീടു തീർത്ത വീട്ടിൽ നമ്മെ ചേർത്തിടുവാൻ, വിണ്ണിൽ നിത്യ വീടു തീർത്ത വീട്ടിൽ നമ്മെ ചേർത്തിടുവാൻ, തേജസ്സിൽ യേശു വരും, തേജസ്സിൽ യേശു വരും. ഹല്ലേലൂയാ ഹല്ലേലൂയാ. നിസ പനി മപ ഗമ നിസ ഗമ പനിസ, നീലവാനിൽ ജീവനാഥൻ മേഘത്തേരിൽ വരും വിരവിൽ, നീലവാനിൽ സത്യം സത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവവചനം ശ്രവിക്കുവാനായിട്ട് ആകാംക്ഷയോടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൽ സ്നേഹവന്ദനം അർപ്പിക്കുകയാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 24 വരെയുള്ള വേദഭാഗത്തു നിന്നാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ വിശ്വപ്രസിദ്ധമായ ഒരു ഉപമയാണ് മുടിയനാംപുത്രൻ്റെ കഥ. നമ്മളിന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത് മുടിയനാംപുത്രനെ സംബന്ധിച്ചാണ്. മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹൃദയവായ്പ വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഉപമ പറഞ്ഞത് എന്ന് നമുക്ക് അറിവുള്ളതാണ്. ദൈവത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ അറിവ് വളരെ പരിമിതമാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഈ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഈ ലോകത്തിൽ അവതരിച്ചത് എന്നുള്ളത് നാം അറിയണം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആധരത്തിൽ കൂടി താൻ പ്രസ്താവിച്ച ഈ മുടിയനാംപുത്രൻ്റെ ഉപമയിൽ കൂടി ദൈവത്തിൻ്റെ ഹൃദയം വാസ്തവത്തിൽ അനാവരണം ചെയ്യപ്പെടുകയാണ്. മുടിയനാംപുത്രൻ
പാപത്തിൽ വീണുപോയ മനുഷ്യകുലത്തിൻ്റെ പ്രതിനിധിയാണ്. എൻ്റെയും നിങ്ങളുടെയും പ്രതിനിധിയാണ് മുടിയനാംപുത്രൻ. എന്നാൽ മുടിയനാംപുത്രൻ്റെ പിതാവ് മാനസാന്തരപ്പെടുന്ന പാപിയെ തൻ്റെ വക്ഷസിലേക്ക് ചേർത്ത് ആശ്ലേഷിക്കുന്ന വാത്സല്യനിധിയായ ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. മനുഷ്യപുത്രന്മാരുടെ മാനസാന്തരവും മടങ്ങിവരവും എത്രമാത്രം ആകാംക്ഷയോടെ ആവേശത്തോടെയാണ് ദൈവം കാത്തിരിക്കുന്നത് എന്ന് ഈ കഥ ശ്രവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വാസ്തവത്തിൽ ദൈവത്തെ ഈ നിലയിൽ മനസ്സിലാക്കുന്ന മനുഷ്യർ, പാപിയായിട്ടുള്ള മനുഷ്യനെ സംബന്ധിച്ച് എത്ര പ്രോത്സാഹനജനകമായിട്ടുള്ള ഒരു ചിന്തയാണ് നമുക്കിവിടെ വെളിപ്പെട്ടു വരുന്നത്. നമുക്ക് വേദഭാഗത്തേക്ക് വരാം. മുടിയനാംപുത്രൻ്റെ ജീവിതത്തെ ഒന്ന് സൂക്ഷ്മ നിരീക്ഷണം ചെയ്യാം. പ്രഥമമായിട്ട് നാം കാണുന്നു, അവൻ ജീവമാർഗം വിട്ട് നാശവഴി തിരഞ്ഞെടുത്തു. 15:11 മുതൽ 13 വരെ വേദഭാഗം ഞാൻ വായിക്കാം. ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പാ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. ഏറെ നാൾ കഴിയും മുമ്പേ സകലവും സ്വരൂപിച്ച് ഇളയ മകൻ ദൂരദേശത്തേക്ക് യാത്രയായി. അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ച് വസ്തു നാനാവിധം ആക്കിക്കളഞ്ഞു. അതിസമ്പന്നനും നന്മ നിറഞ്ഞവനുമായിട്ടുള്ള ഒരു പിതാവിനെയും അദ്ദേഹത്തിൻ്റെ അവകാശികളായിട്ടുള്ള 2 പുത്രന്മാരെയും ഇവിടെ നമ്മുടെ കർത്താവ് പരിചയപ്പെടുത്തുന്നു. ശാന്തിയും സമാധാനവും സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞ എല്ലാ സുഖസൗകര്യങ്ങളുമുള്ള ഒരു കുടുംബത്തിൻ്റെ അന്തരീക്ഷം. സുഖസൗകര്യങ്ങളെ തിരക്കി കൂടെ നടന്ന് പരിചരിക്കാൻ ആവശ്യമായ സേവകവൃന്ദങ്ങൾ, രാജകൊട്ടാരത്തിലേതുപോലുള്ള സുഖസൗകര്യങ്ങൾ. എന്നാൽ അവിടെ ശാന്തിയും സമാധാനവും സന്തോഷവും സംതൃപ്തിയും കണ്ടെത്താൻ ഇളയ മകന് കഴിഞ്ഞില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൻ്റെ ഭവനത്തിലെ ആത്മീക അന്തരീക്ഷവും അച്ചടക്കവും തനിക്ക് തീർത്തും ഇഷ്ടപ്പെടുന്നില്ല. അവിടെയുള്ള ദൈവഭക്തി തനിക്ക് ഒരസൗകര്യമാണ് എന്ന് ഇളയ മകൻ ചിന്തിക്കാനായിട്ട് തുടങ്ങി. തൻ്റെ കൂട്ടുകാരെ പോലെ യൗവനക്കാരനായിട്ടുള്ള തനിക്ക് അടിച്ചുപൊളിച്ച് ജീവിക്കാനായിട്ട് സാധിക്കുന്നില്ലല്ലോ എന്ന ഒരു ചിന്ത അവനെ ഭരിക്കുവാനും കീഴ്പ്പെടുത്തുവാനും തുടങ്ങി എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. തൻ്റെ ഈ അപ്പൻ്റെ ഭവനത്തിൽ ഒരടിമയെപ്പോലെ എന്തിനാണ് താൻ ജീവിക്കുന്നത് എന്ന് തീവ്രമായിട്ട് അവൻ ചിന്തിക്കാനായിട്ട് തുടങ്ങി. തൻ്റെ യൗവനകാലം എന്തിനാണ് താൻ നശിപ്പിക്കുന്നത്? മനുഷ്യജീവിതത്തിൽ യൗവനം പൂത്തുലയുന്ന ഒരു സന്ദർഭമേ ഉള്ളൂ, അത് താൻ എന്തിനു നശിപ്പിക്കുന്നു? അവൻ മനസ്സിൽ ചിലത് തീരുമാനിച്ച് പിതാവിൻ്റെ അടുക്കൽ ചെന്ന് അദ്ദേഹത്തോട് തൻ്റെ അവകാശം എഴുതി വാങ്ങി അത് വിറ്റ് പണമാക്കി ദൂരദേശത്തേക്ക് യാത്രയായി. ഒരു വിദൂര നഗരത്തിലേക്ക് അദ്ദേഹം യാത്രയായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെയും അപ്പൻ്റെ നിയന്ത്രണ രേഖയ്ക്ക് പുറത്ത് ചെന്ന് ജീവിതമൊന്ന് ആസ്വദിക്കണം, അതാണ് അദ്ദേഹം തീരുമാനിച്ചത്. നാം മനസ്സിലാക്കുന്നു, അയാൾ ഒരു വിദൂര നഗരത്തിൽ ചെന്ന് അവിടെ ദുർനടപ്പുകാരനും മദ്യപാനിയും ചൂതാട്ടക്കാരനും മയക്കുമരുന്നിന് അടിപ്പെട്ടവനുമായിട്ട് ജീവിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വാസ്തവത്തിൽ അടിപൊളിയാണ് ജീവിതം എന്ന് അദ്ദേഹം ചിന്തിക്കാനായിട്ട് തുടങ്ങി. എത്രയോ കൂട്ടുകാർ തനിക്കിപ്പോഴുണ്ട്, സുന്ദരികളായിട്ടുള്ള എത്രയോ കാമുകിമാർ തൻ്റെ കൂട്ടത്തിൽ ഇപ്പോഴുണ്ട്. ജീവിതം മാദകമായ ഒരു രസഗുളയാണ് എന്ന് അവൻ ചിന്തിക്കുവാനും പുകഴുവാനും തുടങ്ങി. അത് നുരഞ്ഞു പതയുന്ന ലഹരിയാണ്, ത്രസിപ്പിക്കുന്ന ഉന്മാദമാണ്. മുടിയനാംപുത്രൻ സ്വയം മറന്ന് ജീവിതം അങ്ങ് ആഘോഷിക്കുകയായിരുന്നു. എന്നാൽ സ്നേഹിത, നീ സ്വയം വഞ്ചിക്കപ്പെട്ടുവല്ലോ. പാപത്തിൻ്റെ മട്ടുമോന്തിയവരാരും ജീവിച്ചിരിപ്പില്ല. അത് കൊല്ലുന്നതാണ്, അത് മാരകമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, ഈ മുടിയനാംപുത്രൻ പാപത്തിൽ, പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് പാപത്തിൽ വീണുപോയ ഈ മുടിയനാംപുത്രനെ പോലെ തന്നെ നാം ഓരോരുത്തരും പാപ വഴികളിലേക്ക് ഇറങ്ങിപ്പോയിട്ടുള്ള മനുഷ്യരാകുന്നു. നാം ഓരോരുത്തരും ലംഘനക്കാരാകുന്നു എന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണാം. യെശയ്യാ പ്രവചനം 53:6 വാക്യത്തിൽ പറയുന്നു, നാം ഓരോരുത്തരും ആടുകളെപ്പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താന്താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. ദൈവ വഴിയിൽ നിന്ന് സ്വന്തം വഴിയിലേക്ക് ഇറങ്ങിപ്പോയ ഈ മുടിയനാംപുത്രനെ പോലെയാണ് നാം ഓരോരുത്തരും. ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായിട്ടുള്ളത് ചെയ്തുകൊണ്ട് പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കൾ എന്നാണ് ദൈവവചനം ഇങ്ങനെയുള്ള ആളുകളെ പരിചയപ്പെടുത്തുന്നത്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഈ മുടിയനാംപുത്രനെ നാം ഓരോരുത്തരും തിരിച്ചറിയണം.
നാം ഓരോരുത്തരും നമ്മിൽ തന്നെ ഈ മുടിയനാമ്പുത്രനെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. രണ്ടാമത് നമുക്ക് നോക്കാം, പ്രത്യാഘാതങ്ങളിലെ കയ്പ് നീര് കുടിക്കാൻ തുടങ്ങി. 15-14 മുതൽ 17 വരെ വാക്യങ്ങൾ. എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിനക്ഷാമമുണ്ടായിട്ട് അവന് മുട്ടുവന്നു തുടങ്ങി. അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തിനെ ചെന്ന് ആശ്രയിച്ചു. അവനെ തൻ്റെ വയലിൽ പന്നികളെ മേയ്പ്പാൻ അയച്ചു. പന്നി തിന്നുന്ന വാള വരെ കൊണ്ട് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു. എങ്കിലും ആരും അവന് കൊടുത്തില്ല. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഇളമാൻ ചാട്ടമറിയുന്നില്ല എന്ന നാടൻ ഭാഷയിൽ ഒരു ചൊല്ലുണ്ട്. പാപത്തിൻ്റെ സന്തോഷം ദീർഘകാലം ആസ്വദിക്കാൻ ദൈവം ഒരുവനെയും അനുവദിക്കുന്നില്ല. താൻ നിശ്ചയിച്ച സമയത്ത് ദൈവം അവൻ്റെ അടിസ്ഥാനം ഇളക്കിക്കളയും. അപ്പൻ്റെ ഭവനത്തിലെ ആത്മീയ സന്തോഷത്തിൽ വിരക്തി തോന്നിയ മുടിയനാമ്പുത്രൻ ഭവനത്തിന് പുറത്ത് സന്തോഷവും സംതൃപ്തിയും അന്വേഷിച്ചാണ് ഇറങ്ങിയത്. എങ്ങനെയും ജീവിതമൊന്ന് ആസ്വദിക്കണമെന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ. അങ്ങനെ വിരസമായ അടിച്ചുകെട്ടിൽ നിന്ന്, നിയന്ത്രണത്തിൽ നിന്ന് അവൻ പുറത്തു ചാടിയതാണ്. ജീവിത ചെലവ് പക്ഷേ വളരെ കൂടുതലുള്ള ഒരു നഗരത്തിലാണ് താൻ എത്തിച്ചേർന്നത്. കൂട്ടുകാരായി വളരെ പേര് കൂടിയിട്ടുണ്ട്. ശവമുള്ളിടത്ത് കഴുക്കൾ കൂടും എന്ന ദൈവവചനത്തിൽ ഒരു പ്രസ്താവനയുണ്ട്. മുടിയനാമ്പുത്രനെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. മുടിയനാമ്പുത്രനെ ചുറ്റിപ്പറ്റി അനേകം പേര് ഉപജീവിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവന് ഇപ്പോൾ വരവൊന്നുമില്ല, അവന് ചെലവ് മാത്രമേ ഉള്ളൂ. മുടിയനാമ്പുത്രന് വറ്റാത്ത ഏതെങ്കിലും ഭൗതിക സ്രോതസ് ഈ ലോകത്തിൽ ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മുടിയനാമ്പുത്രൻ്റെ സാമ്പത്തിക സ്രോതസ് അങ്ങനെ വറ്റിക്കൊണ്ടിരുന്നു. ദേശം കഠിനമായ ക്ഷാമത്തിലേക്ക് കൂപ്പുകുത്തിയതും മുടിയനാമ്പുത്രൻ്റെ പണസഞ്ചി കാലിയായി തീർന്നതും ഒരേ അവസരത്തിൽ തന്നെയാണ്. അത് വാസ്തവത്തിൽ ദൈവം നൽകിയ ഒരു തിരിച്ചടിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പൊള്ളുന്ന ചില യാഥാർത്ഥ്യങ്ങൾ മുടിയനാമ്പുത്രനെ ക്രമേണ തുറിച്ചു നോക്കാനായിട്ട് തുടങ്ങി. പണസഞ്ചിക്ക് കനം വെച്ചിരുന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്നവരാരും ഇപ്പോൾ അവനോടൊപ്പമില്ല. ഒന്നൊന്നായിട്ട് തൻ്റെ സ്നേഹിതന്മാരെല്ലാം വഴിപിരിഞ്ഞു പോയി. കാമുകിമാര് അവനെ ഉപേക്ഷിച്ചു പോയി. നൃത്തശാലകളിലും ബാറുകളിലും നിശാ ക്ലബ്ബുകളിലും ചൂതാട്ട കേന്ദ്രങ്ങളിലും അവനിപ്പോൾ പ്രവേശനമില്ല. പതിവായി ഭക്ഷണം കഴിച്ചിരുന്ന റെസ്റ്റോറൻറ്റിൽ കൈ കഴുകി ഭക്ഷണത്തിന് ചെന്നിരുന്ന അവനെ അവിടുത്തെ ജീവനക്കാർ ഉന്തിത്തള്ളി അപമാനിച്ച് പുറത്താക്കി. മുടിയനാമ്പുത്രൻ വെറും ചണ്ടിയായി, വെറും കറിവേപ്പിലയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, വീടിന് വെളിയിൽ സുഖം തേടിയിറങ്ങിയ താൻ സ്വയം വഞ്ചിക്കുകയായിരുന്നു. മരീചികയ്ക്ക് പിന്നാലെയാണ് താൻ ഓടിയത് എന്ന തിരിച്ചറിവ് മുടിയനാമ്പുത്രനുണ്ടായി. വിശപ്പ് കൊണ്ട് തല ചുറ്റുന്നു. വാളുകൊണ്ട് മരിക്കുന്നവൻ വിശപ്പ് കൊണ്ട് മരിക്കുന്നവരെക്കാൾ ഭാഗ്യവാന്മാർ എന്ന തിരുവെഴുത്തുണ്ട്. വിലാപങ്ങളുടെ പുസ്തകം 4-9 വാക്യം. മുടിയനാമ്പുത്രൻ കൊടിയ ദാരിദ്ര്യത്തിലാണ്. അവൻ കൊടിയ പട്ടിണിയിലാണ്. പിടിച്ചു നിൽക്കാനുള്ള പരിശ്രമത്തിൽ അവൻ ആ ജാതീയ നഗരത്തിലെ ഒരു പൗരപ്രമുഖനെ ചെന്ന് ആശ്രയിച്ചു. തനിക്കൊരു ജോലി വേണം, തനിക്ക് ജീവിക്കണം, കൂലിയായിട്ട് ഭക്ഷണം മാത്രം തന്നാൽ മതി. താണി വീണ് അപേക്ഷിച്ചപ്പോൾ ആ പൗരപ്രമുഖൻ തൻ്റെ പന്നി ഫാമിൽ പന്നികളെ മേയ്പ്പാനുള്ള ജോലി അവന് കൊടുത്തു. ഒരു യഹൂദനായ മുടിയനാമ്പുത്രനെ സംബന്ധിച്ചിടത്തോളം അശുദ്ധമായ തൊഴിലാണെങ്കിലും ദാരിദ്ര്യത്തിൻ്റെ മഹാസമ്മർദ്ദം നിമിത്തം അവൻ ആ പന്നി മേയ്ക്കാനായിട്ട് തീരുമാനിച്ചു എന്ന് നമുക്ക് കാണാം. പന്നിക്ക് കൊടുക്കുന്ന തീറ്റയിൽ നിന്ന് തൻ്റെയും വിശപ്പടക്കാമല്ലോ എന്ന ഒരു താല്പര്യമാണ് ഈ മുടിയനാമ്പുത്രന് ഉണ്ടായിരുന്നത്. എന്നാൽ അയ്യോ കഷ്ടം എന്ന് പറയട്ടെ, ദുഷ്ടനായിട്ടുള്ള ആ യജമാനൻ അതിന് സമ്മതിച്ചില്ല. ധനവാനായ തൻ്റെ പിതാവിനെയും പന്നിത്തീറ്റ പോലും തനിക്ക് നിഷേധിച്ച പുതിയ യജമാനെയും തമ്മിൽ അവനൊന്ന് താരതമ്യം ചെയ്തു. അവൻ്റെ ഹൃദയം പിളർന്നുപോയി. കണ്ണുകളിൽ നിന്ന് 2 അരുവികൾ കീഴോട്ടൊഴുകി. തനിക്ക് ഇത്രമാത്രം അപമാനവും താഴ്ചയും സംഭവിച്ചല്ലോ എന്ന സങ്കടത്തിൽ അവൻ മരവിച്ച് പന്നിക്കൂട്ടിൽ നിൽക്കുകയാണ്. യഥാർത്ഥ സന്തോഷം തൻ്റെ ഭവനത്തിലായിരുന്നു എന്നവൻ ഇപ്പോൾ മനസ്സിലായി. സ്നേഹവാനായ പിതാവിനെ നഷ്ടപ്പെടുത്തുകയും കുടുംബത്തിന് അപമാനം വരുത്തുകയും ചെയ്തല്ലോ എന്ന ചിന്ത അവൻ്റെ ഹൃദയത്തെ പിളർത്തി. വിലാപത്തോടുകൂടി അവൻ ആ പന്നിക്കൂട്ടിൽ അങ്ങനെ നിൽക്കുകയാണ്. 3-ാമത്തെ പോയിന്റ്, സുബോധവും മാനസാന്തരവും വന്നു.
15-18-19 വാക്യങ്ങൾ. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു പോയി. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തിനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും എന്ന് പറഞ്ഞു. മുടിയനാമ്പുത്രന് സുബോധം വന്നു എന്ന് 15-17 നമ്മൾ കണ്ടു. അധാർമിക ജീവിതത്തിന് തിരിച്ചടി നേരിട്ടപ്പോഴാണ് തനിക്ക് സുബോധം വന്നത്. ദുർനടപ്പിനും ദുർമാർഗ ജീവിതത്തിനും ജീവിതം സമർപ്പിച്ചിരിക്കുന്ന അനേക വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർ സുബോധം ഉള്ളവരല്ല എന്ന് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പാപത്തിന് താൽക്കാലികമായിട്ടുള്ള ഒരു രസമുണ്ട്, പക്ഷേ അത് വഞ്ചിക്കുന്നതാണ്, അത് ക്ഷണികമാണ്, അത് താൽക്കാലികമാണ്. എന്നാൽ അത് സൃഷ്ടിക്കുന്ന മാരകമായ വിപത്ത് ഉണ്ട്. സുബോധം വന്ന മുടിയനാമ്പുത്രന് തൻ്റെ ചുവട് പിഴച്ചത് എവിടെയാണ് എന്ന് മനസ്സിലായി. 15-18 അങ്ങനെ അവൻ എഴുന്നേറ്റു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തൻ്റെ പാപത്തിൽ നിന്ന്, തൻ്റെ വീഴ്ചയിൽ നിന്ന്, മലിനമായ പന്നിക്കുഴിയിൽ നിന്ന് അവൻ എഴുന്നേറ്റു എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്താണ് താൻ പറയുന്നത്? അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു പോയി. ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. മുടിയനാമ്പുത്രൻ തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാനായിട്ട് സന്നദ്ധനായി. ഈ സന്ദേശം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങൾ തിരിച്ചറിഞ്ഞ് അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനായിട്ട് നാമും സന്നദ്ധരായിരിക്കണം. നാശവും അരിഷ്ടതയും നമ്മുടെ മുന്നിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുടിയനാമ്പുത്രനെ പോലെ നമ്മുടെ പാപങ്ങളെ ഓർത്ത് ദുഃഖിച്ച് കരയുവാനായിട്ട് നമുക്ക് സാധിക്കണം. കർത്താവായ യേശുക്രിസ്തു ഇന്ന് മാനസാന്തരപ്പെടുന്ന ഏത് പാപിയെയും രക്ഷിക്കുവാൻ മനസ്സലിവുള്ള പിതാവാണ്. മാനസാന്തരപ്പെടുന്നവനെ സ്വീകരിക്കാൻ മനസ്സുള്ളവനാണ്. എന്നാൽ മാനസാന്തരപ്പെടാത്ത ഏവനെയും കർത്താവായ യേശുക്രിസ്തു ന്യായം വിധിക്കുന്ന ന്യായാധിപനായിരിക്കും എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ ഓർക്കണം. നാലാമത് ഞാൻ പറഞ്ഞുകൊള്ളത്തെ തിരിച്ചുവരവിൻ്റെ സന്തോഷമുളവാക്കി 15-20-24 വരെ വേദഭാഗം. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി. ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. മകൻ അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. അപ്പൻ തൻ്റെ ദാസന്മാരോട്, മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പീൻ, ഇവൻ്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവിപ്പിൻ, തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുപ്പിൻ, നാം തിന്നു കുടിച്ച് ആനന്ദിക്കുക. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. മുടിയനാമ്പുത്രൻ പുറപ്പെട്ട സ്ഥലത്ത് തിരിച്ചെത്തിയിരിക്കുകയാണ്. സ്നേഹനിധിയായ പിതാവിൻ്റെ ഹൃദയവിശാലത മുടിയനാമ്പുത്രൻ വിചാരിച്ചതിലും നനച്ചതിലും മനസ്സിലാക്കിയതിലും വളരെ വലുതായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മുടിയനാമ്പുത്രൻ, നിന്റെ വേലക്കാരിൽ ഒരുത്തിനെ പോലെ എന്നെ കരുതണമേ എന്ന് മനസ്സിൽ പ്ലാൻ ചെയ്തത് തനിക്ക് ആ പിതാവിനെ പൂർണ്ണമായിട്ട് അറിഞ്ഞുകൂടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. നമുക്ക് കാണാം വാസ്തവത്തിൽ ഈ പിതാവിൻ്റെ ഹൃദയം എങ്ങനെ ഉള്ളതായിരുന്നു. അത് മുഴുവനും അനുകമ്പാർദ്രമായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തൻ്റെ മകൻ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ നാൾ മുതൽ അവൻ്റെ മാനസാന്തരവും തിരിച്ചുവരവും ഏറ്റവും പ്രതീക്ഷയോടെ ആ പിതാവ് നോക്കിപ്പാർത്ത് ഇരിക്കുകയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. തൻ്റെ മാളിക മുറിയുടെ മട്ടുപ്പാവിൽ വിദൂരത്തിലേക്ക് കണ്ണയച്ചുകൊണ്ട് ആ പിതാവ് അങ്ങനെ നോക്കി ഇരുന്ന ഒരു ദിവസത്തിൽ അങ്ങ് വിദൂരത്തിൽ പൊട്ടുപോലെ ഒരു ദൃശ്യം താൻ കണ്ടു. ഒരു മനുഷ്യക്കോലം താൻ കണ്ടു. തൻ്റെ തോട്ടത്തിൽ അനേക തൊഴിൽക്കാർ ജോലിയെടുത്ത് നിൽപ്പുണ്ട്. അവരാരും ആ വരുന്ന മനുഷ്യക്കോലത്തെ തിരിച്ചറിഞ്ഞില്ല. ഒരു ഭിക്ഷക്കാരനാണ് എന്നാണ് അവരൊക്കെ വിചാരിച്ചത്. പ്രിയപ്പെട്ടവരെ, പോയതുപോലെ അല്ലല്ലോ അവൻ തിരിച്ചു വരുന്നത്. പ്രാകൃത വേഷത്തിൽ വേച്ചാണ് അവൻ വരുന്നത്. എന്നാൽ തിരിച്ചറിയേണ്ടവൻ തിരിച്ചറിഞ്ഞു, കാണേണ്ടവൻ കണ്ടു. ആ പിതാവ് പെട്ടെന്ന്, നമുക്കറിയാം, തൻ്റെ മാളിക മുറിയിൽ നിന്ന് ഊർന്നിറങ്ങി ആവേശത്തോടെ ഗേറ്റിംഗിലേക്ക് ഓടി, വാത്സല്യത്തോടെ ഹൃദയവായ്പോടെ മടങ്ങി വരുന്ന തൻ്റെ പുത്രനെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ചു. കാലങ്ങൾക്ക് ശേഷമുള്ള ഒരു പുനഃസമാഗമനമാണ്. മകൻ ആ പിതാവിൻ്റെ കാൽക്കൽ വീണ് കണ്ണീരോടെ ഹൃദയഭേദകമായിട്ട് ആ പിതാവിനും ഭവനത്തിനും വരുത്തിയ അപമാനത്തെ ഓർത്ത് ഹൃദയം തകർന്ന് ആ പിതാവിൻ്റെ സന്നിധിയിൽ നിലവിളിച്ചു.
ഈ പിതാവ് എന്താണ് ചെയ്തത്? രാജോചിതമായിട്ടുള്ള ഒരു സ്വീകരണം അവന് അവിടെ ഒരുക്കപ്പെട്ടു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വലിയ സദ്യവട്ടങ്ങൾ, വലിയ ആഹ്ലാദ ആരവങ്ങൾ, കുഴലൂത്ത് മേളക്കാര് അവർ ആനന്ദിച്ചു തുടങ്ങി എന്നാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ആ ആനന്ദം പ്രിയപ്പെട്ടവരെ, അത് അവസാനിക്കുന്ന ആനന്ദമല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്താണ് ആ ആനന്ദത്തിൻ്റെ കാരണം എന്ന് ഈ പിതാവ് പറയുകയാണ്. എൻ്റെ ഈ മകൻ കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. ഇവൻ മരിച്ചവനായിരുന്നു, ഇവൻ ജീവിച്ചിരിക്കുന്നു. എങ്ങനെ സന്തോഷിക്കാതിരിക്കും? പ്രിയപ്പെട്ടവരെ, ആ ഭവനത്തിൽ ഉണ്ടായ ആനന്ദം അതൊരിക്കലും അവസാനിക്കുന്ന ആനന്ദമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഉപമയിലൂടെ എന്താണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? മടങ്ങി വരുന്ന മുടിയനാംപുത്രന്മാരെ അതിവാത്സല്യത്തോടെ ആശ്ലേഷിക്കുവാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു പിതാവിനെ പോലെ സ്വർഗസ്ഥനായ ദൈവം മാനസാന്തരപ്പെടുന്ന പാപിയുടെ മാനസാന്തരവും കാത്തിരിക്കുകയാണ്. എൻ്റെ ഈ സന്ദേശം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, നാമും മാനസാന്തരം ആവശ്യമുള്ള പാപികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നാം മാനസാന്തരപ്പെട്ടാൽ ഇങ്ങനെ ഇരുകരങ്ങളും നീട്ടി നമ്മളെ സ്നേഹകരുണയോടെ വാത്സല്യത്തോടെ ചേർത്തണയ്ക്കുന്ന ഒരു പിതാവ് നമുക്കുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. ഈ സന്ദേശം ശ്രവിച്ച പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ അടുക്കിലേക്ക്, നിങ്ങളുടെ സൃഷ്ടാവായിട്ടുള്ള രക്ഷിതാവായ സ്നേഹസ്വരൂപനായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മടങ്ങി വരിക, നിത്യജീവൻ്റെ ഓഹരിക്കാരായിട്ട് തീരുക. ഈ കേട്ട വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹ കാരണമായിട്ട് തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാനിവിടെ നിർത്തുകയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കണ്ണുനീരും കഷ്ടതയും അന്നു തീരും നിർണയമായി. കണ്ണുനീരും കഷ്ടതയും അന്നു തീരും നിർണയമായി. പിന്നെ എന്നും ആനന്ദമേ, പിന്നെ എന്നും ആനന്ദമേ. ഹല്ലേലൂയാ ഹല്ലേലൂയാ. നിസ പനി മപഗമ നിസഗമ പനിസ. നീലവാനിൽ ജീവനാഥൻ മേഘത്തേരിൽ വരും വിരവിൽ. നീലവാനിൽ ജീവനാഥൻ മേഘത്തേരിൽ വരും വിരവിൽ. നീലവാനിൽ. നമുക്കെല്ലാവർക്കും കേട്ട് പരിചയമായിരിക്കുന്ന ഒരു കഥയാണ് കഴിഞ്ഞ നിമിഷങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ആ കഥ നമ്മെ പഠിപ്പിക്കുന്നത് മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ദൈവം എത്ര അധികം ആ സ്നേഹത്തോടു കൂടെയാണ് അവനെ സ്വീകരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഒരു പക്ഷേ ജീവിതത്തിൻ്റെ പല നിമിഷങ്ങളിലും നാം ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകാം, ഞാൻ എത്ര പാപിയാണ്, എന്നെ ദൈവത്തിന് ഇഷ്ടമല്ല, എന്നിൽ ദൈവത്തിന് പ്രസാദമില്ല, എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ഞാൻ എവിടെ കണ്ടെത്തും, ഞാൻ എത്ര വലിയ കഠിനമായിരിക്കുന്ന പാപങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, എനിക്കിനി രക്ഷയില്ല എന്ന് പ്രതീക്ഷയറ്റതായിരിക്കുന്ന നിമിഷങ്ങളും ജീവിതങ്ങളും നമുക്ക് ചുറ്റിലുമുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിന് പറയുവാനായിട്ടുള്ളത്, ഒരുവൻ തൻ്റെ പാപത്തിൽ അനുതപിച്ച് കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് വരുവാൻ മനസ്സ് കാണിച്ചാൽ അവനെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന സ്നേഹവാനായിരിക്കുന്ന ഒരു പിതാവാണ് നമ്മുടെ ദൈവം. മുടിയനായിരിക്കുന്ന പുത്രൻ തൻ്റെ സ്വത്തുക്കളൊക്കെയും നാനാവിധമാക്കി അവസാനം തൻ്റെ ജീവിതം ഒരു പന്നിക്കൂട്ടിൽ ആകുന്ന അവസ്ഥയിൽ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലെ സന്തോഷ ദിനങ്ങളെ അവൻ ഓർക്കുകയും തൻ്റെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് പിതാവിനടുക്കിലേക്ക് മടങ്ങി വരുമ്പോൾ ആ പിതാവ് അവനെ സ്വീകരിക്കുന്നത് പോലെ സ്വർഗത്തിലെ പിതാവ് നമ്മെ സ്വീകരിക്കുവാൻ മനസ്സുള്ള ദൈവമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പാപങ്ങൾ എത്ര കടും ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. നാം എന്താണ് ചെയ്യേണ്ടത്? കർത്താവ്, ഞാനൊരു പാപിയാണെന്ന് സമ്മതിച്ച് താങ്കളുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് അടുത്തു വരിക. യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പാപത്തിൻ്റെ ശിക്ഷ അവൻ ഏറ്റെടുത്തിട്ടുണ്ട്. ആ കർത്താവിനെ നോക്കി, കർത്താവെ, അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചല്ലോ,
എൻ്റെ പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ അങ്ങയുടെ കൈയിലും അങ്ങയുടെ കാലിലും ബാണികൾ അടിച്ചു കയറ്റിയത് എന്ന് വിശ്വസിച്ച് ആ കർത്താവിൽ ആശ്രയം വെച്ച് കർത്താവിനെ താങ്കളുടെ ജീവിതത്തിൻ്റെ രക്ഷിതാവായി സ്വീകരിക്കുന്ന നിമിഷം താങ്കളുടെ പാവങ്ങൾ മോചിക്കപ്പെടുകയും സമ്പൂർണ്ണമായിരിക്കുന്ന രക്ഷയിലേക്ക് താങ്കൾ പ്രവേശിക്കുകയും ചെയ്യും. മാത്രമല്ല, വരുവാനിരിക്കുന്ന ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും സമ്പൂർണ്ണമായിരിക്കുന്ന സമാധാനവും അനുഗ്രഹവും ഐശ്വര്യവും ഉള്ള ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഈ നിലയിലുള്ള അനുഗ്രഹപൂർവമായിരിക്കുന്ന ജീവിതത്തിലേക്ക് വരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നന്ദിയോടുകൂടെ ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. മുടിയനായ പുത്രൻ്റെ കഥയിലൂടെ സ്നേഹവാനായിരിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ഞങ്ങൾ കേട്ടത്. ഞങ്ങളുടെ പാപങ്ങൾ എത്ര കടും ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ കർത്താവിന് കഴിയും. ഞങ്ങളുടെ പാപങ്ങളൊക്കെയും കർത്താവായ യേശുക്രിസ്തു ഏറ്റെടുത്തു. ഞങ്ങളുടെ ശിക്ഷകളൊക്കെയും കർത്താവ് അനുഭവിച്ചു തീർത്തു. ആ കർത്താവിലേക്ക് ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളുടെ പാപങ്ങൾ ഹിമം പോലെ വെളുക്കുകയും ഞങ്ങളെ ഈ നീതിമാന്മാരായി പ്രഖ്യാപിക്കുകയും ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യുമെന്നുള്ള അങ്ങയുടെ വചനത്തിൻ്റെ വാഗ്ദത്തത്തിനായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് ഈ വചനങ്ങൾ കേട്ട ഹൃദയങ്ങളെ കർത്താവ് സ്വാധീനിക്കണമേ. അവരുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. പാപത്തെക്കുറിച്ച് ബോധ്യം വരുവാൻ, ന്യായം വിധിക്കുന്ന ദൈവത്തെക്കുറിച്ച് ഓർക്കുവാൻ, ദൈവത്തിൻ്റെ രക്ഷയുടെ മർമ്മം മനസ്സിലാക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം കേട്ട എല്ലാവരിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കർത്താവ് കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും പ്രാർത്ഥനാ ആവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ് 126 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyamsatyamai@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലൂടെ ഞങ്ങളെ അറിയിച്ചാലും അതിനുള്ള ഉത്തരങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിൻ്റെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുവാനായി സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സന്ദർശിച്ചാലും ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം സത്യമായി.